എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ എപ്പോഴായിരിക്കും എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഒരു 22,000 മുകളിൽ റാങ്കുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു LBS വഴി BSc നഴ്സിംഗ് കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റു കോഴ്സുകളിലേക്കോ അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഈ ഒരു കേരളത്തിനകത്തോ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിലോ മറ്റോ അഡ്മിഷൻ എടുക്കണോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. കാരണം LBSലോ CPASലോ അല്ലെങ്കിൽ AMCS FNCക്കിലോ PNC മാക്കിലോ അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ, അതുപോലെ തന്നെ അതിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ, ഇല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് അഡ്മിഷൻ എടുക്കണോ അല്ലെങ്കിൽ ഇന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കേരളത്തിന് പുറത്താണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ INCയുടെ അപ്രൂവൽ ലിസ്റ്റ്, അതായത് കോളേജുകൾക്ക് കോഴ്സ് നടത്താനും അതുപോലെ തന്നെ ഒരു കോഴ്സിൽ എത്ര വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകണം എന്നുള്ള, അത് മാക്സിമം എത്ര വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ലിസ്റ്റ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് എല്ലാ കോളേജുകൾക്കും ഗവൺമെൻറ് അതായത് INCയുടെ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ചില കോളേജുകൾക്ക് നിലവിൽ കേരളത്തിൽ അപ്രൂവൽ ലഭിച്ചിട്ടില്ല. അത് പരിശോധനകൾ കംപ്ലീറ്റ് ആയ ശേഷം മാത്രമേ ആ ഒരു കോളേജുകൾക്ക് അപ്രൂവൽ ലഭ്യമാവുള്ളൂ എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കേരളത്തിന് പുറത്താണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക്, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു അപ്രൂവൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 3 ലൈൻസ് കാണാൻ പറ്റും. ആ ഒരു വെബ്സൈറ്റിൽ, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വർഷത്തെ ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഇതുവരെ അപ്രൂവൽ ലഭിച്ചിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റ് അതിലുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ അപ്രൂവൽ ആയിട്ടുള്ള കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം. അതുപോലെ തന്നെ ആ ഒരു കോളേജിൽ എത്ര വിദ്യാർത്ഥികളെയാണ് അഡ്മിഷൻ നൽകുന്നതിനായിട്ട് ആ ഒരു കോളേജുകൾക്ക് സാധിക്കുക എന്നുള്ളത് ഇൻടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പോൾ 40 ആണെങ്കിൽ 40 വിദ്യാർത്ഥികളാണ് ആ ഒരു കോളേജിൽ ആ ഒരു കോഴ്സിൽ അഡ്മിഷൻ നൽകാനായിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അനുമതിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രാമതായിട്ടാണ് ഏതൊരു കോളേജിലും അഡ്മിഷൻ നേടുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതിൽ പറഞ്ഞതിലും കൂടുതലായിട്ടുള്ള ആ ഒരു രീതിയിലാണോ, അതായത് ഇപ്പോൾ 40 കുട്ടികളെ അഡ്മിഷൻ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളൊരു 50ആമതായിട്ടാണോ അഡ്മിഷൻ ജോയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ ആയിട്ട് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ ലഭിക്കുന്നതല്ല, അതായത് അവരുടെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു പെർമിഷൻ കിട്ടുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ അകത്തായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ ഉള്ള കോളേജാണോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 20,000 മുകളിലുള്ള റാങ്കിലുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഓരോ വർഷവും അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികളിൽ, അതായത് ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ, അതായത് ഏകദേശം കുറേ വിദ്യാർത്ഥികൾ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നീറ്റിൻ്റെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ഈ ഒരു നഴ്സിംഗിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി അവർ MBBS BDS ഇതുപോലുള്ള കോഴ്സുകൾക്കും അതുപോലെ മറ്റ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, BPharm, അതുപോലെ എഞ്ചിനീയറിംഗ് എന്നിങ്ങനെയൊക്കെയുള്ള കോഴ്സുകളിലേക്ക് പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ ഘട്ടത്തിലുള്ള, അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ മുന്നിലുള്ള പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഈ ഒരു LBS വഴിയോ അല്ലെങ്കിൽ CPAS വഴിയോ ഒക്കെ അഡ്മിഷൻ, അല്ലെങ്കിൽ PNC മാക്കോയോ അല്ലെങ്കിൽ AMCS FNCK വഴിയോ അഡ്മിഷൻ നേടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുന്നത് കൊണ്ട് പല വിദ്യാർത്ഥികൾക്കും, അതായത് റാങ്ക് ലിസ്റ്റിൽ പിറകോട്ടുള്ള പല വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ കോളേജുകളാണ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ നിങ്ങൾ ഏതൊക്കെ കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഒരു 22,000 അല്ലെങ്കിൽ 20,000 മുകളിലോ ഉള്ള റാങ്കിലുള്ള വിദ്യാർത്ഥികൾ ചിലപ്പോൾ കുറേ അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ മുൻ വർഷങ്ങളിൽ ചില വിദ്യാർത്ഥികൾ അവസാന ഘട്ടം വരെ കാത്തിരുന്നിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് തീരുമാനിച്ച് നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും, അതായത് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യം, അതായത് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പരിശോധിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഈ ഒരു INC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജാണ്, അതുപോലെ തന്നെ INC അപ്രൂവൽ പ്രകാരം എത്ര വിദ്യാർത്ഥികൾക്ക് അവിടെ അഡ്മിഷൻ നൽകാനുള്ള അനുമതിയുണ്ട്, അതുപോലെ നിങ്ങൾ എത്രാമതായിട്ടാണ് അവിടെ അഡ്മിഷൻ നേടുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് LBS നഴ്സിംഗിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എപ്പോഴാണ് എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നും അതായത് ഈ ഒരു കോളേജ് കോഴ്സ് ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് ഗവൺമെൻറ് അംഗീകരിച്ച കോളേജുകളുടെ ലിസ്റ്റ് ലഭിച്ച ശേഷം മാത്രമാണ് LBSൻ്റെ അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുക. അതായത് വിവിധ കോളേജുകളുടെ ലിസ്റ്റ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ അതിൽ നിന്നും ഈ ഒരു അഡ്മിഷൻ നടത്താനായിട്ട് ഗവൺമെൻറ്റിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിട്ടുള്ള, അതായത് ഗവൺമെൻറ്റിൽ നിന്നും അനുമതി, ഈ ഒരു കോളേജ് കോഴ്സ് ലിസ്റ്റിന് അനുമതി ലഭിച്ചാൽ മാത്രമാണ് ഈ ഒരു LBSൻ്റെ അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുക. അത് ഏകദേശം അടുത്ത മാസമല്ല, ഈ ഒരു മാസം തന്നെ ആരംഭിക്കുന്നതാണ്. കൃത്യമായിട്ട് ഡേറ്റ് നിലവിൽ വന്നിട്ടില്ല. ഡേറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന കോളേജുകൾ ഓപ്ഷൻസായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മുൻ വർഷങ്ങളിൽ പല വിദ്യാർത്ഥികളും ഈ ഒരു ഫീസ് അടയ്ക്കേണ്ട ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയതുകൊണ്ട് അഡ്മിഷൻ നേടാതിരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആദ്യത്തെ ഈ ഒരു 3 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഇപ്പോൾ സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ഫീസ് മുഴുവനായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിൽ നിങ്ങൾക്കിപ്പോൾ 1,13,000 രൂപയിൽ നിങ്ങൾ ഏകദേശം 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള ഏകദേശം 85,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ ടൈമിൽ അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ SC, ST, OEC വിഭാഗത്തിൽ ഫീ കൺസെഷനുള്ള വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ അവർക്ക് ആ ഒരു ടോക്കൺ ഫീ ഇനത്തിൽ ആദ്യം 1000 രൂപ മാത്രമാണ് വരുന്നതെങ്കിലും പിന്നീട് അഡ്മിഷൻ ടൈമിൽ 1,12,000 രൂപ വിദ്യാർത്ഥികൾ ഈ ഒരു കോളേജിൽ അടയ്ക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതായത് ഈ ഒരു ഗഡുക്കളായിട്ട് കോളേജിൽ നിന്ന് അതായത് ഈ ഒരു ഫീസ് അടക്കാനുള്ള ഒരു അനുവാദം നൽകാറില്ല. അഡ്മിഷൻ നേടാൻ പോകുന്ന സമയത്ത് തന്നെ ആ ഒരു ഫീസ് മുഴുവനായിട്ടും കോളേജിൽ അടക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ കോളേജും, അതായത് ഓരോ ഘട്ടത്തിലും ഈ ഒരു ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള കോളേജ് കോഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളൊക്കെ ആ ഒരു ഘട്ടത്തിൽ തന്നെ ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്ക് അത് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻ കൊടുക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഗവൺമെൻറ് കോളേജിലാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അതായത് ഫസ്റ്റ് ഓപ്ഷനുകൾ ആയിട്ട് കൊടുക്കുകയും പിന്നീട് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലെ ഈ ഒരു മെറിറ്റ് സീറ്റാണ് വേണ്ടതെങ്കിൽ ആ ഒരു രീതിയിൽ പിന്നീട് ഓപ്ഷനുകൾ നൽകുകയും അതിനുശേഷം നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലെ മാനേജ്മെൻറ്റ് സീറ്റ് വേണമെങ്കിൽ അത് അവസാനമായിട്ട് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ കോഴ്സുകളും, അതായത് ആദ്യഘട്ടത്തിൽ വരുന്ന കോളേജുകൾ ആ ഒരു ഘട്ടത്തിൽ തന്നെ നൽകണം. പിന്നീട് ആ ഒരു കോളേജുകൾ നൽകാനായിട്ട് സാധിക്കുന്നത് ഏകദേശം സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിലാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമുള്ള കോളേജുകളിലൊക്കെ വേക്കൻസി ഉണ്ടായിരിക്കണം എന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ആദ്യം തന്നെ എനിക്കിപ്പോൾ ഗവൺമെൻറ് കോളേജിലാണ് മതി എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു മുഴുവൻ കോളേജും ഗവൺമെൻറ് കോളേജിൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ, അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ നൽകാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നതല്ല. കാരണം നിങ്ങൾ ആദ്യ ഘട്ടത്തിൽ നൽകിയിട്ടുള്ള കോളേജുകളെ ഉപയോഗിച്ചുകൊണ്ടാണ്, അതായത് ആ ഒരു ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരെ പ്രസിദ്ധീകരിക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ നൽകിയ ശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനായിട്ട് ഒരു അവസരം ഉണ്ടാവുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ വീണ്ടും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനും ഒക്കെ സൗകര്യമുണ്ടാവും. അതുപോലെ തന്നെ പുതുതായിട്ട് വല്ല കോളേജുകൾ വരികയാണെങ്കിൽ മാത്രമാണ് പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജുകൾ ആഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള, അതുപോലെ അവിടുത്തെ ഫീസ് അടക്കാൻ പറ്റുമെങ്കിൽ, അതായത് ഇപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയും നിങ്ങൾ അഡ്മിഷനല്ല ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് വരുന്ന ആ ഒരു 2-3 അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കില്ല. പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ മാത്രമാണ് നിങ്ങളെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ആ ഒരു ഫീസ് അടക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു അഡ്മിഷൻ നേടാൻ പോകുന്ന സമയത്ത് തന്നെ ഈ ഒരു ബാക്കി ഫീസായിട്ട്, അതായത് ഈ ഒരു SC, ST, OEC വിഭാഗം ആണെങ്കിൽ ആദ്യം ടോക്കൺ ഫീ ഇനത്തിൽ 1000 രൂപയും പിന്നീട് സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഏകദേശം ബാക്കിയുള്ള 1,12,000 രൂപയും അടക്കേണ്ടതായിട്ട് വരും. അതായത് അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ തന്നെ അടക്കേണ്ടതായിട്ട് വരും. കാരണം
കാരണം പല വിദ്യാർത്ഥികൾക്കും ആ ഒരു ഘട്ടത്തിൽ ആ ഒരു പൈസ സംഘടിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കാരണം ഇത്ര വലിയ തുക അടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ആ ഒരു സമയത്ത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. അതുപോലെ 22,000 അല്ലെങ്കിൽ 20,000 മുകളിലുള്ള റാങ്കിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ കുറേ അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേരളത്തിന് പുറത്തോ അകത്തോ ആയിട്ട് നല്ലൊരു കോളേജ് IMC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കോളേജ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ ഗവൺമെൻറ് അപ്രൂവ് ആയിട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.